സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടിച്ചാടി പോകേണ്ട അവസ്ഥയിലാണ് മലയാളികളെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസ് അവതരിപ്പിക്കവേ നജീബ് കാന്തപുരം MLA കുറ്റപ്പെടുത്തി. എത്ര ഗർഭിണികൾ റോഡിൽ പ്രസവിച്ചു, എത്ര സ്ത്രീകൾക്ക് അബോർഷനായി. തന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് അബോർഷനായെന്നും ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് കേസെടുക്കുകയെന്നും നജീബ് കാന്തപുരം ആരാഞ്ഞു. ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഘാതകൻ പൊതുമരാമത്ത് വകുപ്പാണെന്നും നജീബ് കാന്തപുരം ആരോപിച്ചു. വഴി നടക്കാനുള്ള ജനങ്ങളുടെ അവകാശമാണ് സർക്കാർ നിഷേധിച്ചത്. എല്ലൊടിയാനാകാതെ സഞ്ചരിക്കാനാകുമോ? ഭാവിയിൽ റോഡുകൾ നന്നാകുമെന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. എന്നാണ് ആ ഭാവി ഉണ്ടാവുക? ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്നത് പോലെയാണ് ആളുകൾ റോഡിലേക്ക് പോകുന്നത്. ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു. എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത്? നജീബ് കാന്തപുരം ചോദിച്ചു. റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ? 2023 മാത്രം 4110 പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു. 54,369 പേർക്ക് പരുക്കേറ്റു. എത്ര മനുഷ്യരുടെ നട്ടെല്ലൊടിഞ്ഞു, എത്ര മനുഷ്യർ കിടപ്പിലായി, എത്ര മനുഷ്യർക്ക് അംഗവൈകല്യങ്ങളുണ്ടായി. അതേസമയം സംസ്ഥാനത്തെ റോഡുകൾ നല്ലതാണെന്ന നിലപാടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനുള്ളത്. വളരെ കുറച്ച് റോഡുകൾ മാത്രമാണ് പ്രശ്നമുള്ളത്. കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് മന്ത്രിയുടെയും വകുപ്പിന്റെയും അവകാശവാദം. പരിപാലനത്തിന് മാത്രമായി 824 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ ഒരു വർഷം വാഹനനികുതി മാത്രം ഈടാക്കുന്നത് 6000 കോടിയാണെന്നും എന്നിട്ടും റോഡിലൂടെ ജനങ്ങൾക്ക് ചാടിച്ചാടി പോകേണ്ട സ്ഥിതിയാണെന്നും കാന്തപുരം തിരിച്ചടിച്ചു. മഴക്കാലത്ത് ഓട്ടയടയ്ക്കൽ യജ്ഞം മാത്രമാണ് നടക്കുന്നതെന്നും ചെളി കൊണ്ടാണ് ഓട്ടയടയ്ക്കുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. കുഴിയില്ലാത്ത റോഡിലൂടെ പോകാൻ മുഖ്യമന്ത്രി 16 കിലോമീറ്ററാണ് ചുറ്റിയതെന്നും സാധാരണക്കാർക്ക് ഇത് പറ്റുമോയെന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ റോഡുകളുടെ പരിപാലന കാലാവധിയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ധാരണയില്ലെന്ന് മന്ത്രി റിയാസ് ഇതിനെ മറുപടി നൽകി. പരിപാലന കാലാവധി വ്യക്തമാക്കുന്ന ബോർഡുകൾ വെക്കാറുണ്ടെന്നും ബോർഡിലെ നീല ബോർഡും പച്ച ബോർഡും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്നും മന്ത്രിയുടെ പ്രതികരണം. റണ്ണിംഗ് കോൺട്രാക്ട് വന്നതോടെ 83% PWD റോഡുകൾക്കും കരാറുണ്ടെന്നും തെറ്റായ നിലപാടെടുക്കുന്ന കോൺട്രാക്ടർമാരെ പുറത്താക്കുകയാണ് പതിവെന്നും മന്ത്രി വ്യക്തമാക്കി. തുടർന്ന് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചു. മോശം റോഡുകൾക്ക് പഴി കേൾക്കാതിരിക്കാൻ റോഡ് പൊതുമരാമത്ത് വകുപ്പിൻ്റെതല്ല എന്ന ബോർഡ് വയ്ക്കുന്നതാണോ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സമീപകാലത്തെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് റോഡുകളെന്നും യാഥാർത്ഥ്യവുമായി നിരക്കാത്ത കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞതെന്നും VD സതീശൻ ആഞ്ഞടിച്ചു. 2021 മുതൽ നടന്ന അപകട മരണങ്ങളുടെ കണക്കും സതീശൻ സഭയിൽ നിരത്തി. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിക്ക് പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്നും വിട്ടിറങ്ങിപ്പോയി.